നമ്മുടെ നാട്ടിൽ പല നിശബ്ദ വിപ്ലവങ്ങളും നടക്കുന്നുണ്ട്. അത്തരത്തിലൊരു നിശബ്ദ വിപ്ലവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ന്യൂസ് ഇന്ത്യ മലയാളം ഇപ്പോൾ പറയാൻ പോകുന്നത്, പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു പ്രസ്താവനയുണ്ട്. അതായത് നാർക്കോട്ടിക്സ് ട്രേഡ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് കച്ചവടം. ഈ മയക്കുമരുന്ന് കച്ചവടമാണ് ഒരു രാജ്യത്തിന്റെ സകല പ്രശ്നങ്ങളുടെ മൂല കാരണം എന്ന് പറയുന്നത്. കാരണം ഈ മയക്കുമരുന്ന് ട്രേഡിലൂടെ കിട്ടുന്ന പണം തീവ്രവാദികൾക്ക് പോകുന്നുണ്ട്, തീവ്രവാദ ഫണ്ടായിട്ട് അത് അവർ ഉപയോഗിക്കുന്നുണ്ട്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഈ ഫണ്ട് മാറുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ മയക്കുമരുന്ന് കൊണ്ടിറക്കി നമ്മുടെ നാട്ടിലെ യുവതയെ തന്നെ അവരുടെ ബുദ്ധിയും ബോധവും തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സംസ്കാരമില്ലാത്തൊരു വിഭാഗമായി നമ്മുടെ നാട്ടിലെ യുവജനങ്ങളെ മാറ്റാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഈ മയക്കുമരുന്ന് ട്രേഡ്, ഈ മയക്കുമരുന്ന് മാഫിയയെ, നാർക്കോട്ടിക് മാഫിയയെ എങ്ങനെയാണ് തടയാനായി സാധിക്കുക എന്നുള്ളതിനെ എഫക്റ്റീവായി കാണിച്ചു തരികയാണ് അമിത്ഷാ നേരിട്ടിറങ്ങിയാണ് ഈ മയക്കുമരുന്ന് സംഘത്തിന് നേരെ നെഞ്ചും വിളിച്ചു നിന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അമിത്ഷാ പറഞ്ഞൊരു വാചകമുണ്ട്, 7% ഇന്ത്യക്കാർ നാർക്കോട്ടിക്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 140 കോടി ജനങ്ങളിൽ 7% ഇന്ത്യക്കാർ എന്ന് പറയുമ്പോൾ തന്നെ അത് കോടിക്കണക്കിന് ആൾക്കാർ വരും. യുവാക്കളായിരിക്കും കൂടുതലും, അതായത് യുവജനതയായിരിക്കും കൂടുതലും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അമിത്ഷാ ഒരു കണക്ക് പുറത്തുവിട്ടു. 2004 മുതൽ 2014 വരെ മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് 3.63 ലക്ഷം കിലോഗ്രാം ഡ്രഗുകൾ 8150 കോടി രൂപയുടെ സീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അമിത്ഷാ പറഞ്ഞത്. എന്നാൽ 2014 മുതൽ 2024 വരെ മോദി സർക്കാർ സീസ് ചെയ്തത് 24 ലക്ഷം കിലോഗ്രാം ഡ്രഗുകളാണ്. 56,861 കിലോഗ്രാം ഡ്രഗുകളാണ് നരേന്ദ്രമോദി സർക്കാർ സീസ് ചെയ്തത് എന്നാണ് അമിത്ഷാ പറഞ്ഞത്. അതായത് ഈ 24 ലക്ഷം കിലോഗ്രാം ഡ്രഗുകൾ നമ്മുടെ രാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം നമ്മുടെ രാജ്യത്തുണ്ടാകും എന്ന് നേരത്തെ കണ്ട് അമിത്ഷാ അത് നടപ്പിലാക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി 2024, അതായത് പോയ വർഷമാണ് ഹിസ്റ്റോറിക് ആയിട്ടുള്ള വേട്ട നടന്നത് എന്നാണ് അമിത്ഷാ പറയുന്നത്. അതായത് ചരിത്രപരമായിട്ടുള്ള ഇൻഡിപെൻഡൻസിന് ശേഷം ഇത്രയും വലിയ ഒരു നർക്കോട്ടിക് വേട്ട നടന്നിട്ടില്ല. 16,914 കോടി രൂപയുടെ ഡ്രഗാണ് കഴിഞ്ഞ വർഷം മാത്രം പിടികൂടിയത്. ഹയസ്റ്റ് എവർ സിൻസ് ഇൻഡിപെൻഡൻസ് എന്നാണ് അമിത്ഷാ പറഞ്ഞത്. അതായത് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഡ്രഗ് വേട്ടയാണ് അവിടെ നടന്നത് എന്നാണ് അമിത്ഷാ പറയുന്നത്. ഇനി ഈ ഡ്രഗ് സീസ് ചെയ്യുന്നത് നർക്കോട്ടിക്സ് നെറ്റ്വർക്കിനെ വല്ലാത്ത രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യും. ഈ നർക്കോട്ടിക് നെറ്റ്വർക്ക് ആണെങ്കിൽ ഇൻഫിൽട്രേറ്റേഴ്സ്, അതായത് നുഴഞ്ഞുകയറ്റക്കാരെയും ടെററിസ്റ്റുകളെയും ജമ്മു കശ്മീരിൽ സഹായിക്കുന്നുണ്ട് എന്നും അമിത്ഷാ പറയുന്നുണ്ട്. ഈ നർക്കോട്ടിക്സ് നെറ്റ്വർക്കിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് ജമ്മു കശ്മീരിലുള്ള ഇവരുടെ സഹായം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എന്നാണ് അമിത്ഷാ പ്രധാനമായും പറയുന്നത്. നർക്കോട്ടിക്സ് ട്രേഡ് ഈസ് ഈക്വൽ ടു ടെററിസ്റ്റ് ഫണ്ടിങ്. അതായത് നർക്കോട്ടിക്സ് ട്രേഡ് ഡയറക്റ്റ് ആയിട്ട് ടെററിസ്റ്റുകളുടെ കയ്യിലാണ് ആ പൈസ പോകുന്നത് എന്നും അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. ഇവയെ രണ്ടും പൂട്ടിക്കെട്ടാനായി പ്രത്യേക ആക്ഷൻ ഫോഴ്സ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ്. സീറോ ഇൻഫിൽട്രേഷൻ ഗോൾ എന്നാണ് അതിന്റെ ആപ്തവാക്യം തന്നെ. അതായത് നുഴഞ്ഞുകയറ്റക്കാർ പൂജ്യമാകുക, നുഴഞ്ഞുകയറ്റം ഇല്ലാത്തൊരു രാജ്യം, സീറോ ഇൻഫിൽട്രേഷൻ ഗോൾ. അതിന് നുഴഞ്ഞുകയറ്റക്കാരെ പിടിച്ച് ജയിലിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നുഴഞ്ഞു കയറി വരുന്ന ആൾക്കാരെ വെടിവെച്ച് കൊന്നിട്ടോ കാര്യമില്ല. എവിടെയാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് ഫണ്ട് ലഭിക്കുന്ന മൂല കാരണമെന്ന് കണ്ടെത്തുക, അത് ഈ നർക്കോട്ടിക്സ് ട്രേഡാണ്. ഈ നർക്കോട്ടിക്സ് ട്രേഡിനെ ഡിസ്റ്റർബ് ചെയ്യുക, അവരുടെ വഴികളെല്ലാം തന്നെ അടയ്ക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഏക പോംവഴി എന്ന് പറയുന്നത്. സ്വിച്ച് ഇട്ട പോലെ നർക്കോട്ടിക്സ് നെറ്റ്വർക്ക് തകർക്കണം എന്നുള്ളത് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. മയക്കുമരുന്ന് കടത്തും ദേശീയ സുരക്ഷയും എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ ഒരു പ്രാദേശിക സമ്മേളനം അദ്ദേഹം വിളിച്ചു ചേർത്തു ഒരു മാസം മുമ്പ്. ഈ വിഷയത്തിൽ മയക്കുമരുന്ന് നിർമ്മാർജ്ജന പക്ഷാചരൻ എന്ന പേരിൽ 8,600 കോടി രൂപയുടെ 1 ലക്ഷം കിലോഗ്രാം മയക്കുമരുന്നാണ് അവിടെ നശിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഡാർക്ക് വെബ്, ക്രിപ്റ്റോ കറൻസി, ഡ്രോണുകൾ തുടങ്ങി എല്ലാ മയക്കുമരുന്ന് കടത്തലിനുള്ള എല്ലാ വഴികളും കൃത്യമായി ഏജൻസികളെല്ലാം തന്നെ ഇപ്പോൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കള്ളക്കടത്ത് തടയാൻ ഉറച്ചു തന്നെയാണ് അമിത്ഷാ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വടക്കേ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക ശ്രദ്ധയാണ് ഇതിനുവേണ്ടി അമിത്ഷാ ചെലുത്തുന്നത്. ഹരിയാന, പഞ്ചാബ് എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങളും ലക്ഷദ്വീപ് അടക്കമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സകല തുറമുഖങ്ങളിലും വല വിരിച്ചിട്ടിരിക്കുകയാണ് ഈ മയക്കുമരുന്ന് നെറ്റ്വർക്കിനെ പൂട്ടാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഗണ്യമായ രീതിയിൽ മയക്കുമരുന്ന് വേട്ട നമ്മൾ 10 വർഷമായി നടക്കുന്നു. എന്നാൽ വലിയ രീതിയിൽ ഇനി ഇതിന്റെ ക്ലൈമാക്സ് ആണ് എന്നുള്ള രീതിയിലാണ് അമിത്ഷാ പ്രവർത്തിക്കുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് 16,914 കോടി രൂപയുടെ മയക്കുമരുന്ന് കഴിഞ്ഞ വർഷം മാത്രം പിടിച്ചെടുത്തു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.